പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദർശനവും വിളിയെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 4 രാജാക്കന്മാരുടെ കാലത്ത്, അത് 1-ാമത്തെ രാജാവ് ഉസ്സിയാവ്, 2-ാമത്തെ യോഥാം, 3-ാമത്തെ ആഗാസ്, 4-ാമത്തത് ഹിസ്ക്കിയാവ്. ഇവരുടെ കാലഘട്ടത്തിലായിരുന്നു യെശയ്യാവ് അദ്ദേഹത്തെ വീണ്ടെടുപ്പിന്റെ പ്രവാചകനായി വിളിച്ചിരുന്നത്. യെശയ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവ രക്ഷകൻ എന്നാണ്. യഹോവ രക്ഷകൻ. ദൈവത്തിന്റെ വചനം മടികൂടാതെ പ്രസംഗിക്കാൻ വേണ്ടി ദൈവം വിളിച്ച് ദർശനം കൊടുത്ത ദൈവിക ആലോചന പ്രകാരം ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ട് കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനെയും അറിയുമ്പോൾ എന്റെ ജനം എന്നെ അറിയുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞ പ്രവാചകൻ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവിക ദർശനത്തിന്റെ പൊരുളിനെ, ചുരുളിനെ, ദൈവിക പ്രവൃത്തിയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം പ്രവാചകൻ തന്നെ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് യാഗപീഠത്തിലെ തീക്കനൽ ഒരു കൊടിലും കൊണ്ടെടുത്ത് പ്രവാചകന്റെ നാവേലേക്ക് തൊടുമ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്, അയ്യോ അകൃത്യം നിറഞ്ഞവനാണേ, പാപത്തിൽ ആയിരിക്കുന്നവനാണേ, ഈ ജനത്തിന്റെ അകൃത്യമുള്ള ജനത്തിന്റെ മധ്യേ വസിക്കുന്നവനാണേ, തന്നെ തന്നെ ശോധന ചെയ്യാൻ, തന്നെ തന്നെ അനുദപിക്കുവാൻ, തന്നെ തന്നെ അഭിഷേകം പ്രാപിക്കുന്ന വിധത്തിലേക്ക് ദൈവത്തിന്റെ സ്വർഗീയ അഭിഷേകം അവന്റെ നാവെ തന്നെ തൊട്ടെന്ന്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ദർശനം കേൾക്കാനും അവന്റെ അരുളിപ്പാടിനെ വിളിച്ചു പറയാൻ തക്കവണ്ണം പ്രവാചകനായ യെശയ്യാവിനെ ദൈവം വിളിച്ചു വേർതിരിക്കുക. ആ സംഭവം നടന്ന ശേഷമുണ്ടല്ലോ, പ്രവാചകന്റെ നാവിൽ നിന്ന് വന്ന ശബ്ദം യേശു കർത്താവിന്റെ വരവിനെ ആസ്പദമാക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നതാണ്. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കായി ഒരു ശിശു ജനിക്കും, നമുക്കായി ഒരു പുത്രൻ ജനിക്കും. നമുക്ക് മാത്രമായിട്ട് അവൻ കടന്നു വരുന്നത്. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂലോകത്തിലേക്ക് കടന്നു വരുമെന്ന് വിളിച്ചു പറയുമ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ പറയുക, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ഒരു പ്രവചനദൂതുമായിട്ടാ നമ്മുടെ മുമ്പിൽ പ്രവാചകൻ നിൽക്കുന്നെങ്കിൽ ആ പ്രവാചകൻ വിളിച്ചു പറഞ്ഞവനായി യേശു ക്രിസ്തുവിനെ ഇന്ന് രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് നിൽക്കുന്ന ദൈവ പൈതലാണ്, ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിനെ ഏറ്റുപറയുവാൻ, അവനെ വിശ്വസിച്ച് ഹൃദയത്തിൽ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഉയർത്തു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എന്റെ കർത്താവ് എന്റെ പാപങ്ങളെ വഹിച്ചു എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ വെളിപ്പെടട്ടെ എന്ന കർത്താവ് നമ്മെക്കുറിച്ച് പറഞ്ഞത്. നിന്റെ നാവിനെ തൊട്ടെങ്കിൽ, നമ്മുടെ നാവിനെ തൊട്ടെങ്കിൽ നമ്മൾ പറയും. പ്രിയമുള്ളവരെ, നമ്മുടെ നാവിനെ കർത്താവ് തൊട്ടെങ്കിൽ നമ്മൾ പറയും, എൻ്റെ നാവിനെ എൻ്റെ യേശു തൊട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും യേശുവിനെ കുറിച്ച്. നമ്മുടെ ശിരസിൽ തൊട്ടാൽ നമ്മൾ പറയും എൻ്റെ യേശു എന്നെ തൊട്ടെന്ന്.
നമ്മുടെ ജീവിതം മാറ്റി യേശുവിനെ നമ്മൾ വിളിച്ചു പറയാതിരിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനമായിട്ട് വരാൻ കാരണം എൻ്റെ ജീവിതം മാറ്റിയ, എന്നെ തൊട്ട, എന്നോട് സംസാരിക്കുന്ന, എന്നെ നടത്തുന്ന, എന്നെ അഭിഷേകം ചെയ്ത ഒരു മഹാപരിശുദ്ധനാണ് അവൻ. ഞാൻ അവനെ കണ്ട് ആരാധിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തരും കർത്താവ് തരുന്നതിനെ ഓർത്താൻ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ ഭാഗ്യം പ്രവാചകനായ യെശയ്യാവിന് കർത്താവെ നീ കൊടുത്തെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നീ തന്നെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് അനുഭവിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളിലൂടെ നീ സംസാരിക്കണം, ഞങ്ങളിലൂടെ നീ പ്രവർത്തിക്കണം, ഞങ്ങളിലൂടെ നീ ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവർ അറിയണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.